ഹലോ ഫ്രണ്ട്സ്, രാവിലെ തന്നെ ഇങ്ങോട്ടെന്നല്ലേ? നമ്മുടെ ലക്ഷ്യം ബിരിയാണിക്കടയല്ല, ഒരു പവിത്രമായ അമ്പല ദർശനമാണ്. ആ വാതിൽപ്പടിക്കൽ എൻ്റെ ചെരുപ്പ് ഊരിയിട്ടപ്പോൾ വരുമ്പോഴും എൻ്റെ ചെരുപ്പ് തന്നെ കാണണേ എന്നുള്ള പ്രാർത്ഥനയോടെ എൻ്റെ ആദ്യത്തെ ചുവട് ഞാൻ അമ്പലത്തിലേക്ക് എടുത്തു വെച്ചു. സത്യം പറയാലോ, അമ്പലത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഉള്ള ഒരു സമാധാനം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സമാധാനമാണ്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. നമ്മുടെ കേരളത്തിലെ പഴനി എന്നാണ് ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തെ അറിയപ്പെടുന്നത്. നമ്മുടെ പ്രാർത്ഥനകളും വിഷമങ്ങളും ഒക്കെ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്ക് അർപ്പിച്ചിട്ട് നമ്മൾ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നല്ല ഭംഗിയുള്ള പൂങ്കാവനം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. പോരാത്തതിന് നല്ല ഭംഗിയുള്ള മയിലുണ്ട്. അങ്ങനെ നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ആദ്യം വന്നിരുന്ന അമ്പലത്തിലേക്കാണ് കേട്ടോ. അതാ സൂക്ഷിച്ച് നോക്കിയാൽ അവിടെ ഒരു താമരമട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ പോയത് മണ്ണാർശാല അമ്പലത്തിലേക്കാണ്. ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ സാധാരണ പോകുമ്പോൾ നല്ല തിരക്കാണ്, തൊഴാൻ പോലും പറ്റത്തില്ല. പക്ഷെ ഇന്നെന്തോ ഭയങ്കര ശാന്തമായിട്ട് നമ്മുടെ മനസ്സിലുള്ള എല്ലാം നന്നായിട്ട് പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റി. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ആമയുടെ കുളമൊക്കെ ഉണ്ട് കേട്ടോ. അത് കാണാനാണ് ഈ പാഞ്ഞു പോകുന്നത്. ഈ ആമയുടെ നീന്തൽ കാണാൻ എന്ത് ഭംഗിയല്ലേ. അമ്പലത്തിലെ അന്നദാനം കഴിച്ച് നേരെ വീട്ടിലേക്ക്. അപ്പോൾ